2-3 ദിവസമായിട്ട് വീട്ടിൽ പണി നടക്കുന്നുണ്ട് തന്നെ ഉച്ചയ്ക്ക് എന്ത് കൊടുക്കും എന്നുള്ള വലിയ ആലോചനയിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചിക്കൻ ഒന്ന് പൊരിച്ച് വെച്ചു. എന്നിട്ട് ആ പൊരിച്ച് വെച്ച ചിക്കനിലേക്ക് കുറച്ച് ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കി അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ ചിക്കനും ഇട്ട് നല്ലോണം തിളപ്പിച്ച് മാറ്റി വെച്ചു. മാറ്റി വെച്ച അടുപ്പിനകത്തേക്ക് ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ട് അടുത്ത അടുപ്പിനകത്തേക്ക് നമ്മൾ ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചു. അപ്പോൾ ഇപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വേറെ നല്ല ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണി കേട്ടോ. ചെമ്മീൻ ബിരിയാണി ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ പൊക്കത്ത് വലിഞ്ഞു കയറി പോകുന്നത് വേറെ ഒന്നല്ല, കുറച്ച് പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിവിടെ 2-3 ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ മാത്രമേ താഴത്തുള്ളൂ. ബാക്കി വലിയ പാത്രങ്ങളൊക്കെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് അടച്ച് വെച്ചിട്ട് നമ്മൾ ചോറ് റെഡിയാക്കി, അത് കഴിഞ്ഞ് മസാല റെഡിയാക്കി കേട്ടോ. പിന്നെ ചോറ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റണം, കാരണം ഉള്ള വലിയ പാത്രത്തിലാണ് നമ്മൾ ചോറ് ഉണ്ടാക്കിയത്. ഇനി ദമ്മിടാൻ വേണമെങ്കിൽ വലിയ പാത്രം വേറെ വേണമല്ലോ. പിന്നെ ചോറ് ഉണ്ടാക്കിയ പാത്രം വെച്ചിട്ട് ദമ്മിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ നേരെ പോയിട്ട് സലാഡും കൂടെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അടുക്കള ഒരു കൊളായി കിടക്കുകയായിരുന്നു. പിന്നെ മൊത്തത്തിൽ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അടുക്കളയിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ മോളെ നോക്കുന്നുണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. എന്താണെങ്കിൽ ആ സമയത്ത് പോലും മോള് ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. ഇപ്പൊ ഒന്നും ആരോടും കേൾക്കാത്തൊരവസ്ഥയാണ്. പിന്നെ കുറേ നാൾ മുമ്പ് അടുക്കളയിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നിയിട്ട് വാങ്ങിയൊരു സാധനം കേട്ടോ. ഇത് വേറെ ഒന്നല്ല, നമ്മുടെ പാത്രം കഴിയുന്ന സ്ക്രബ്ബറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സാധനം നമ്മൾ സോപ്പ് പെട്ടിയിൽ തന്നെ വെക്കുന്ന സമയത്ത് സോപ്പ് ഒരുപാട് വേസ്റ്റ് ആയി പോകുന്ന പോലെ തോന്നാറുണ്ട്. എന്താണെങ്കിൽ ഇത് വാങ്ങിയതിന് ശേഷം സോപ്പൊന്നും അങ്ങനെ അലത്ത് കിടക്കാറില്ല. അപ്പോൾ എൻ്റെ ലിങ്ക് വേണ്ടവർക്ക് താഴത്തായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആദ്യം ഒന്ന് കഴിച്ചു നോക്കി, കാരണം നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ തന്നെ ആദ്യം കഴിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാന്നല്ലേ. അതുകൊണ്ടൊന്നല്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുറേ പ്രാവശ്യം അവരെ വിളിച്ചു. അവരാരും വരാതായപ്പോൾ ഞാനും അമ്മയും ഫുഡ് കഴിച്ചു. പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തു. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ അവർക്ക് ചായ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.